നിങ്ങൾക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ചിന്തകൾ, അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ ഫീലിങ്സ് ഒരിക്കലും നമ്മൾക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, നമ്മുടെ സ്വന്തം ആരായിക്കോട്ടെ, നമ്മുടെ ഏറ്റവും അടുത്തൊരാളായിക്കോട്ടെ, നമ്മളടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇയാൾ ഇന്നതാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ അതാണ്, അയാളുടെ ഫീലിങ്സ് അതാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം. അതുപോലെയാണ് നമ്മളൊരു സംഭവം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. എല്ലാ റിസൾട്ടുകളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിൽ ചിലതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിലിം റിലീസാവുമ്പോൾ പ്രതീക്ഷകളുണ്ടാവും, നമ്മൾ ഭയപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ടാവും അത് സക്സസ് ആയിരിക്കും, നല്ല വിജയമായിരിക്കും എന്നൊക്കെ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. ഇപ്പോൾ എലക്ഷൻ ആർക്കും പറയാനൊന്നും പറ്റില്ല ആര് ജയിക്കുന്നുള്ളതൊന്നും, എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്, ചില സംഭവങ്ങൾ. അതുപോലെ നമുക്ക് നമ്മുടെ ഭാവി, നമ്മളൊരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഒരു താത്തമ്മ ഇല്ലേ കൈനോട്ടക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ ഭാവി പ്രവചിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ട്. അത് ഒരിക്കലും അവർക്ക് നമ്മളുടെ ഭാവി പറയാൻ കഴിയില്ല. പക്ഷേ നമ്മളുടെ വർത്തമാന കാലഘട്ടത്തിലുള്ള നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ ചിന്തകൾ, നമ്മൾ എന്തെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുകയോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്നതായിരിക്കും. അതല്ലാതെ ഒരാൾക്കും നമ്മളുടെ ഭാവി പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെ 3 കാര്യങ്ങളാണിപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിട്ടുള്ളത്. ഒന്ന് മറ്റൊരാളുടെ ചിന്ത, ആളുടെ ഉദ്ദേശങ്ങൾ, ആളുടെ ഫീലിങ്സ്. മറ്റത് ഒരു സംഭവത്തിൻ്റെ റിസൾട്ട്, നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത റിസൾട്ടുകൾ. പിന്നെ ഒന്ന് നമ്മുടെ ഭാവി, മറ്റൊരാൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഓക്കെ.